അതുപോലെ തന്നെ രണ്ടുപേരും ഈ അടുത്തിടയ്ക്ക് ഒരു വെബ് സീരീസ് പോലെ ഒരു ഇതിൽ അഭിനയിച്ചു, പോലീസുകാരായിട്ട് തന്നെ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ തെൻസർക്കാൻ്റെ ആൽബത്തിലാണ് അഭിനയിച്ചത്. ഇപ്പോൾ 2 ആൽബം വരുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഒരു ആൽബം ഇറങ്ങിയത് അത് കുഞ്ഞു പെങ്ങളുടെ കല്യാണത്തിലെ 9ാം ഭാഗം പാർട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. അത് ഞങ്ങൾക്ക് ഇടയ്ക്ക് പോലീസ് ഓഫീസറാണ്. ഫസ്റ്റ് എനിക്ക് ആ ഒരു സ്റ്റോറി വന്നപ്പോൾ എന്നോട് പറഞ്ഞു പോലീസായിട്ടോ. ഞാൻ വിചാരിച്ച നല്ല താത്തക്കുട്ടിയൊക്കെ ആയിട്ട് മഫ്തൊക്കെ ഇട്ട് അല്ലെങ്കിൽ തട്ടൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒരു ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കല്യാണ വീട് അങ്ങനത്തെ ഒരു വൈബാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് എൻ്റെ ഡിഫറെൻ്റ് ഒരു പോലീസ് ക്യാരക്ടറായിട്ട് പക്ഷെ നല്ല രസമായിരുന്നു. ആ കുറവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ക്യാമറ ആണെങ്കിലും അതേപോലെ തെൻസറിക്കാണെങ്കിലും മറ്റ് എൻ്റെ എല്ലാ മെമ്പേഴ്സ് ആണെങ്കിലും ഭയങ്കര ഹാപ്പി. എൻ്റെ വീട്ടിലായിരുന്നു ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു ആൽബം കൂടി ഇറങ്ങുന്നുണ്ട്. അതും തെൻസറിക്കാൻ്റെ ഇതിനായിരിക്കും. അതായിരിക്കും എൻ്റെ ലൈഫിൽ ഞങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവാൻ ഉള്ളൊരു ആൽബം. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇപ്പം ഈ വന്ന വിവാദത്തിനാണെങ്കിൽ കൂടുതലൊരു വിവാദം ആയിട്ട് മാറാൻ സാധ്യത ഉണ്ടെങ്കിൽ ആൾക്കാർ സംസാരിക്കാൻ അല്ലെങ്കിൽ മൗത്ത് ടോക്ക് ഇറങ്ങാനുള്ളൊരു സംഭവങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. സ്റ്റോറി കേട്ട സമയത്ത് തന്നെ ഇതൊരു സാധനമായിരിക്കും എന്നുള്ളൊരു ഇറങ്ങാൻ പോകുന്ന വീഡിയോസ് കുറച്ചും കൂടെ നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഇതിൽ കുറേ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇത് ഞങ്ങൾ മാത്രം ഒരു നല്ലൊരു തീമാണ്. പിന്നെ ഞങ്ങളെ ലൈഫ് സ്റ്റോറി പിന്നെ നല്ല സോങ് ആണ്. ആ സോങ് കേട്ടിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഓക്കെ ഞാൻ എനിക്ക് സോങ് ഇഷ്ടമായി, നമുക്ക് ചെയ്യാമെന്ന് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്. നല്ല സോങ് ആണ്. ഓക്കെ. ഈ അപ്പം തൻസർക്കാണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് അവിടെ അണ്ണോടുത്ത് ചോദിക്കുന്ന സമയത്ത് നിങ്ങളെ 2 കാസ്റ്റ് ചെയ്തത് വൈറൽ ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല എന്ന് ചോദിക്കുമ്പോൾ പുള്ളി അങ്ങനെ തന്നെ അതിന് വേണ്ടി തന്നെയാണെന്ന് വളരെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇനാഗുറേഷന് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആളെ വേണം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് കുറച്ചുകൂടെ. അപ്പോൾ അഫ്കോഴ്സ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ ഇങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് അവർക്ക് അവസരം കൊടുക്കുന്നത് എല്ലായിടത്തും ഓരോ വർഷങ്ങൾ ആരാണോ കുറച്ച് ഇതായിട്ട് നിൽക്കുന്ന അവരെ പിടിച്ച് പതിവാണല്ലോ. ഈ ചില ആളുകൾ ഇപ്പൊ ഈ തൻസർക്കാനെ ഞാൻ പറയുന്നതല്ല, പൊതുവെ ചില ആൾക്കാർ യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ ആണെങ്കിലും പോപ്പുലർ ആയിരിക്കുന്ന ആൾക്കാരെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പൊതുവെ ഞാൻ പേയ്മെൻറ്റ് വൈസാണ് എല്ലാം ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയൊരു പ്രോബ്ലംസ് അങ്ങനെ തോന്നാറില്ല. കാരണം നമ്മൾ ചെയ്യുന്ന എഫേർട്ടിനുള്ള പ്രതിഫലം തരുന്നുണ്ട്. നമുക്കത് മതി. അതിൽ നമ്മൾ ഒന്നും ചെയ്യാണ്ട് നമ്മൾ വെറുതെ പോയിട്ട് നമ്മളൊരു കോമാളിയാക്കുന്നതാണല്ലോ യൂസിങ് ആണെന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ആ സ്റ്റോറീസ് പറഞ്ഞു തരും. ഞങ്ങൾക്ക് പറ്റുന്നത് ഞങ്ങൾ ഓക്കെ പറയും. അല്ലാത്ത സ്റ്റോറീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ട, ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും, നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളും തിരുത്താറൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ യൂസിനായിട്ട് തോന്നിയിട്ടില്ല. സർജറിയുടെ കാര്യം പറഞ്ഞു, ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു. എന്താണ്, എവിടം വരെ എത്തി? സർജറി ഇപ്പോൾ ഞാൻ ലേസർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് അത് ഓൾമോസ്റ്റ് തീരാറായി. ഹോർമോൺ ഇപ്പോൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ള സർജറി സ്റ്റെപ്പ് എടുക്കണം. ബാക്കിയുള്ള സർജറിക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ജോലിയും എൻ്റെ പ്രൊഫഷനും നോക്കണം. അപ്പം എല്ലാം കൂടെ ഒരു ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യം നമുക്ക് നന്നായിട്ട് പബ്ലിസിറ്റി കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഗ്യാപ്പ് എടുക്കേണ്ട, കുറച്ചും കഴിഞ്ഞിട്ട് അങ്ങ് ഗ്യാപ്പ് എടുക്കാമെന്ന നേരത്തിലാണ് ഞാൻ കുറച്ച് ഡിലേ ആക്കി വെച്ചത്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് സർജറി ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ഇപ്പോഴും പേടി എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ ഇപ്പോഴും പേടിയാണെങ്കിലും പക്ഷെ ഒരു ലൈഫിൽ ഒരു വേറൊരു തലത്തിലേക്ക് എത്തണം. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് സർജറി ചെയ്ത് ഒരു പെൺകുട്ടി ആവുക, എൻ്റെ സ്വപ്നങ്ങളെല്ലാം UAE-ലാണ്. അപ്പോൾ എനിക്ക് UAE-ൽ ഒരു സ്ത്രീ ആയിട്ട് തന്നെ ഒരു സ്ത്രീ പാസ്പോർട്ടിൽ UAE-ൽ പോയി ഇറങ്ങുക, എൻ്റെ ബിസിനസ് അവിടെ വീണ്ടും ഒന്നുകൂടെ റീഓപ്പൺ ചെയ്യുക, ഒരാളെ പേടിക്കാണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, അതാണ് എൻ്റെ വലിയൊരു സ്വപ്നം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പേര് സഹിച്ചു. ഇനിയും ഞാൻ സഹിക്കാൻ എനിക്ക് കുഴപ്പമില്ല. ആ ഒരു ലെവലാണ് ഞാൻ. കേട്ടിരിക്കുന്നത് ഭയങ്കര പേടിയുള്ള ഒരു വ്യക്തിയാണ്. സർജറിനെ പേടിയാണ്, സൂചിനെ പേടിയാണ്, ഒക്കെ ഉള്ളതാണ്. പക്ഷെ ലൈഫില് സാക്രിഫൈസ് ചെയ്യാണ്. അതെ നമ്മളൊരു ഡ്രീം അച്ചീവ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മളൊരു ഡ്രീമിലേക്ക് എത്തുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഡ്രീമിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വരും. ഒരുപാട് അങ്ങനത്തെ ഒരു ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കും.
പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് എനിക്ക് അത് ഒരു പെയിൻ ആണെങ്കിൽ പോലും അതിൻ്റെ മനസ്സിൽ എനിക്ക് വലിയൊരു ഡ്രീമിലേക്ക് എത്താനുള്ളൊരു ഇതായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.